മംഗലാപുരത്തേക്കുള്ളൊരു യാത്രക്കിടയിലാണ് ഫാമിലിയും ഒന്നിച്ചിട്ട് കണ്ണൂർ വളപ്പട്ടണം പാലത്തിനടുത്ത് ഒരു പള്ളി കണ്ടപ്പോൾ നിർത്തിയത്. ഈ പള്ളിക്ക് വളരെ വലിയ പ്രത്യേകതകളുണ്ട്. ബിലാൽ മസ്ജിദ് എന്നാണ് ഈ പള്ളിയുടെ പേര്. പക്ഷേ ഈ പള്ളിക്കടുത്ത് ഒരു ബോർഡ് കണ്ടു, കാട്ടിലെ പള്ളി 3 പെറ്റുമ്മ എന്നായിരുന്നു ആ ബോർഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൗതുകമുള്ളൊരു പേര് കേൾക്കുന്നത്. അത് അന്വേഷിച്ചപ്പോഴാണ് വളരെ രസകരമായ ഒരു ചരിത്രവും വളരെ വലിയൊരു സൂഫി വനിതയുമൊക്കെയുള്ള അവരുടെ മക്കാമൊക്കെയുള്ള പ്രസിദ്ധമായ ഉറൂസ് നടക്കുന്ന ഒരു പള്ളിയാണ് ഇതെന്ന് മനസ്സിലായത്. ജനുവരി മാസം ഒടുവിലാണ് ഇവിടുത്തെ ഉറൂസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന കണ്ണൂർ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഈ പള്ളി അറിയാം. ജാതി മത വ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകൾ വരുന്ന കണ്ണൂർ ജില്ലയിലെ വളപ്പട്ടണത്തിനടുത്തുള്ള പാപ്പിനിശ്ശേരിയിലുള്ള 3 പെറ്റുമ്മ മക്കാം അല്ലെങ്കിൽ കാട്ടിലെ പള്ളി എന്നറിയപ്പെടുന്ന അതിസുന്ദരമായ ഒരു മക്കാമിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ 3 പെറ്റുമ്മ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് മതപ്രബോധനത്തിനായി വന്ന വളരെ ഉന്നതമായ പരിത്യാഗമുള്ള ജാഹിദത്തായ ഒരു സ്ത്രീയും അവരുടെ ഭർത്താവുമായിരുന്നു. അവർ ഗർഭിണിയായിരുന്നു നാട്ടിലെത്തിയതിന് ശേഷം. അങ്ങനെയും അന്ന് ഈ ഭാഗങ്ങളൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന ഭാഗമാണ്. ചിറക്കൽ രാജവംശത്തിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ഈ പാവം 3 പെറ്റുമ്മ എന്ന പേരുള്ള ഈ ഉമ്മയുടെ പേരെനിക്കറിയില്ല. ഈ ഒരു ഉമ്മ അവിടെയുള്ള പല ആളുകൾക്കിടയിലും മതപ്രചരണങ്ങൾ നടത്തി. കാരണം ഈ മാലിക് ദീനാറും സംഘവും ഒക്കെ വന്ന് ആദ്യമകാലത്തിലെ ഇസ്ലാമിലേക്ക് ആളുകൾ പ്രചരിച്ച സ്ഥലങ്ങളാണ് ഈ വളപ്പട്ടണം പ്രദേശങ്ങളൊക്കെ. അതേപോലെ പന്തലായിനി, കൊല്ലം പന്തലായിനി, ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ സ്ഥലങ്ങളിൽ വന്നിട്ട് മതപ്രബോധനങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവർ നിറഗർഭിണിയായിരുന്നു. അങ്ങനെ ഈ കാടിനടുത്ത് വെച്ച് അവർ പ്രസവിച്ചു. അതിൽ 3 കുട്ടികളുണ്ടായി. ആ പ്രസവത്തിൽ ആ 3 കുട്ടികളും ഈ ഉമ്മയും മരണപ്പെട്ടത്രേ. അങ്ങനെ പിന്നീട് ഇവർ മരണപ്പെട്ട വിവരം ആരും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു തീയ സ്ത്രീയാണ്, ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു തീയ സ്ത്രീയാണ് ഇവരുടെ ഈ മരണവിവരം പുറത്ത് അറിയിക്കുന്നത്. അങ്ങനെ ചിറക്കൽ രാജവംശത്തിൻ്റെ ആളുകളുടെ അനുമതിയോടുകൂടി അവർ മരണപ്പെട്ട സ്ഥലത്ത് തന്നെ അവരെ ഖബറടക്കി എന്നുള്ളതാണ്. അതാണ് പിന്നീട് ഈ മക്കാമായിട്ട് മാറിയത്. ഈ വീഡിയോ കാണുന്ന ഒരു പക്ഷേ കണ്ണൂർ പാപ്പിനിശ്ശേരിക്കാർക്കൊക്കെ അത് അറിയായിരിക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ താഴ്ന്ന് ഷെയർ ചെയ്യാം. ഇവിടെ പ്രധാനമായിട്ടും ചന്ദനത്തിരിയാണ് ആളുകൾ നേർച്ച നേർന്ന് കത്തിക്കൽ. നമുക്കതിൻ്റെ കഥകളോ മറ്റൊന്നും അറിയില്ല. സ്ത്രീകളാണ് പ്രധാനമായിട്ട് ഇവിടെ വരാറുള്ളത്. ഞാനിവിടെ ചെന്ന സമയത്ത് സന്ദർശകർ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഈ പള്ളിയെക്കുറിച്ചോ ഈ പള്ളിയിലെ മക്കാമിനെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ ഒരു അറിവും ഉണ്ടായിരുന്നില്ല. കാരണം കേരളത്തിൽ ഇങ്ങനെ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് മക്കാമുകളുണ്ട്. ഒരുപാട് സൂഫി വനിതകളുടെയും സൂഫി പുരുഷന്മാരുടെയൊക്കെ മക്കാമുകൾ. ഇപ്പോൾ ഇവിടെയുള്ള മറ്റു ചില ആളുകളുടെയും മറ്റെന്താ പറയുക, ഹസൻ ഹസ്രത്ത്, അങ്ങനെ വേറൊരു സമസ്തയുടെയൊക്കെ ഒരു പണ്ഡിതൻ്റെ മക്കാമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ ആധുനികരായ ആളുകളാണ്. ഇതിനടുത്തൊരു പള്ളിയുണ്ട്, ബിലാൽ മസ്ജിദ്. പിന്നെ ഇവിടുത്തെ നേർച്ച ഒരു ഉറൂസ്, നേർച്ച എന്ന് പറഞ്ഞാൽ ഉറൂസ് ഒരു വമ്പൻ സംഭവമാണ് എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു ഗംഭീര എക്സ്പീരിയൻസാണ്.